ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു നല്ല പകൽക്കാലം ദൈവം ജീവിതത്തിൽ ആയുസ്സോടെയും ദൈവത്തിൻ്റെ ഈ നല്ല ഭൂമിയിൽ, ഈ ദൈവം തന്ന ഈ ഭൂമിയിൽ ജീവിപ്പാൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ ഇതെല്ലാം, ഇതിൽ ജീവിപ്പാൻ, എന്നാൽ ഇതിലപ്പുറമായ ഒരു രാജ്യമുണ്ട്, ഒരു ലോകമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ജീവിപ്പാൻ ദൈവം തന്ന ഈ അവസരത്തിനായി, ഈ ജീവിതത്തിനായി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അല്പനേരം ദൈവചിന്തകൾ നമുക്ക് പരസ്പരം ആലോചിക്കുകയും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യാം. ഞാൻ പങ്കുവയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വചനത്തെക്കുറിച്ച് കൂടുതലായി അതിലപ്പുറമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് ഇപ്പം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. ഇതൊരു ഏകപക്ഷീയമായ ഒരു സംസാരമല്ല എന്ന് നിങ്ങളും നിങ്ങളുടെ ഹൃദയത്തിൽ ഇതെല്ലാം ശോധന ചെയ്യണം. ഞാൻ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ആവശ്യമാണ്. ഞാനിങ്ങനെ ദൈവവചനത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ജീവിതത്തിലെല്ലാം ദൈവവചനത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്, അത് തന്നെയാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എന്താണ് ഈ ദൈവവചനം? എന്താണ് ദൈവവചനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ദൈവവചനം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ മാധുര്യമുള്ളതാണ്. അത് നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ദൈവവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ ആണ്. മോസ്റ്റ് പവർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവവചനത്തെക്കാൾ വലുതായി ഒന്നുമില്ല. ഇതൊരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾ വിചാരിക്കുക, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു. അത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ് ജോൺ ചാപ്റ്റർ 1 പറയുന്നത്. അപ്പം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മൾ വിശ്വാസത്തിലുള്ളവരായിരിക്കും, ഇല്ലാത്തവരായിരിക്കും, വളരെ തീക്ഷ്ണതയുള്ളവരായിരിക്കാം. അപ്പോൾ ഇത് ആർക്കായാലും ഇത് ദൈവവചനത്തിൻ്റെ ആ ഒരു പവർ, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രസിക്കണം എന്നാണ് ദൈവവചനത്തിൽ പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ രസിക്കണം. നമ്മൾ ഇന്ന് ദൈവവചനം വായിക്കാൻ എൻ്റെ ഉള്ളൊരു സന്തോഷം, ധാന്യം വീഞ്ഞും വർദ്ധിച്ചതിനേക്കാൾ വലിയ സന്തോഷം ആ ഒരു ദൈവവചനത്തിൻ്റെ ആത്മാവിൽ നമുക്ക് ഈ വചനം മനസ്സിലാകുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലഘട്ടത്തിലുള്ള ഒരാൾക്കാർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം മാത്രമല്ല, മറിച്ച് സകല മാനവജാതി മനുഷ്യരെയും, അപ്പം ചില കാലഘട്ടത്തിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ദൈവവചനം പറയപ്പെട്ടത് എങ്കിൽ അത് നമ്മളിന്ന് ഈ ചിന്തിക്കുന്നതുമെല്ലാം വെറുതെ ആയിപ്പോവും, അല്ലേ? അത് നമ്മളോട് ആപ്ലിക്കബിൾ അല്ലാത്തൊരു കാര്യമായി തീരും. പക്ഷെ ഇത് നമ്മളോട് ആപ്ലിക്കബിളാണ്, നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഈ ദൈവവചനത്തിൻ്റെ മാധുര്യം നമ്മൾ ഗ്രഹിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം വചനമാണ് എന്നാണ് പറയുന്നത്. അപ്പം ദൈവവചനം നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിക്കണം. നമ്മൾ ഈ സഭാ പുസ്തകങ്ങളുണ്ടാകാം, മതപുസ്തകങ്ങളുണ്ടാകാം, ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അത് മനുഷ്യരാൽ എഴുതപ്പെട്ടതാണ്, അല്ലേ? ഗോഡ് ഇൻസ്പയർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് എഴുതിയതായിരിക്കാം, അല്ലെങ്കിൽ പക്ഷേ ഇതിലേറ്റവും ക്രിട്ടിക്കൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനമാണ്. അത് പ്രത്യേകം നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുവിശേഷങ്ങളാണ്. സുവിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നു. മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് ഈ താഴ്ന്ന ലോകത്തിൽ വന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തു എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? യേശുക്രിസ്തു ഇങ്ങനെ വചനത്തിൽ പറയുന്നത്, യേശുക്രിസ്തു ജഡത്തിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, ഞാൻ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങളോട് സംസാരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പിതാവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, അതായത് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഒന്നായിരിക്കുമ്പോൾ തന്നെ പിതാവിൽ നിന്ന് കേൾക്കുന്ന വചനങ്ങളാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ നമ്മളോട് അരുളി ചെയ്തത്. അപ്പോൾ ഈ പിതാവിൽ നിന്ന് കേൾക്കുന്ന ഒരു അനുഭവമുണ്ട്, അല്ലേ? യേശുക്രിസ്തു രോഗികളെല്ലാം സൗഖ്യമാക്കുന്നതിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തെ 3.5 വർഷത്തോളം ശുശ്രൂഷ ചെയ്ത കാലങ്ങളിൽ താൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും താൻ ഓടി പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി. അപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതായി നമുക്കറിയാം. ശരിക്കും യേശുക്രിസ്തു
രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിച്ചതായാണ് നമുക്കറിയുന്നത്. പകലും യേശുക്രിസ്തു പ്രാർത്ഥിപ്പാൻ വേണ്ടി പോയതായി അറിയാം. അപ്പം ഈ പ്രാർത്ഥിക്കാൻ പോകുമ്പം ദൈവിക ആലോചനകളെ ലഭിക്കുന്നുണ്ട്. ദൈവിക ആലോചനകൾ ഇന്ന് നമുക്ക് എങ്ങനെ ലഭിക്കാം? ഇപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന അന്ന് യേശുക്രിസ്തുവിന് സുവിശേഷം അല്ലല്ലോ, നമുക്കാണല്ലോ സുവിശേഷം നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ പിതാവിൽ നിന്ന് സ്വീകരിച്ചത് പുത്രൻ അരുളി ചെയ്തു. ഈ പുത്രൻ അരുളി ചെയ്തത് യേശുക്രിസ്തു വേറൊരു വചനത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചതെല്ലാം ഓർപ്പിക്കുന്ന ഒരു കാര്യസ്ഥൻ നമുക്കുണ്ട്. ഈ കാര്യസ്ഥനെ കുറിച്ചല്ല ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യം ഈ കാര്യസ്ഥനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഈ ദൈവവചനത്തിൻ്റെ ശക്തി അറിയണം. അപ്പോൾ ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനത്താൽ തൻ്റെ വാക്കിനാലാണ്, വാക്കിന് വിലയുണ്ട്. വാക്കെന്ന് പറഞ്ഞാൽ വചനത്തിന് വിലയുണ്ട്. ഞാനിതിനെ ഇത് ചെയ്യല്ല, എനിക്ക് തോന്നിയ പോലെ ആക്കി തീർക്കല്ല, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞു വരുമ്പോൾ. ഈ വാക്കിന് വിലയുണ്ട്, ദൈവത്തിൻ്റെ വാക്കിന് വിലയുണ്ട്. ഈ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വചനമാണ്. ഈ വചനത്താലാണ് ദൈവം ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ചത്. ഞാൻ വാക്കിനെ വിളിച്ചു വരുത്തി എന്നാണ്. മനുഷ്യനെ മാത്രമാണ് അല്ലേ, മറ്റതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അതിലും അപ്പുറമായ സ്നേഹം തൻ്റെ കരങ്ങൾ ഉപയോഗിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചതായി വചനത്തിൽ പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കുമ്പം ഒരു കെട്ടുകഥയായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ആത്മാവിൽ നമുക്കറിയാം ആ ദൈവത്തിൻ്റെ സ്നേഹം, ആദ്യം മുതലുള്ള ദൈവത്തിൻ്റെ സ്നേഹം. മനുഷ്യനെ പാപത്തിലടിമപ്പെട്ട മനുഷ്യനെ ശിക്ഷിക്കാതെ വീണ്ടും ഏതിൻ്റെ അവിടെ നിന്ന് പുറത്താക്കിയെങ്കിൽ പോലും അവിടെ ഭൂമി ശപിക്കപ്പെട്ടു, പിശാച് ശപിക്കപ്പെട്ടു. പക്ഷേ എങ്കിലും ദൈവം മനുഷ്യനെ ശപിക്കുകയല്ല ചെയ്യുന്നത്. താൻ സൃഷ്ടിച്ച തൻ്റെ കൈകളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്, അത്രമാത്രം സ്നേഹിക്കപ്പെട്ട മനുഷ്യന് രക്ഷിക്കാനുള്ള വഴികളാണ് നോക്കുന്നത്. അപ്പം ദൈവമാണോ പാപം സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആബ്സെൻസിനെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആബ്സെൻസിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപമെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ പക്ഷേ ദൈവം മനുഷ്യന് വില്ല് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഇത് നമുക്ക് പാപം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂസിഫർ അല്ലേ. ലൂസിഫറെ കുറിച്ച് യശയാപ്രവചനത്തിൽ എഹെസ്കേലിലൊക്കെ പറയുന്നുണ്ട്. ഈ ലൂസിഫർ ദൈവത്തോടു കൂടെ ഇരിപ്പാൻ ആഗ്രഹിച്ച ഒരാളാണ് അല്ലേ. ദൈവത്തിൻ്റെ വെളിച്ചദൂതൻ അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത്രയും ശോഭയേറിയവനായിരുന്ന പിശാച്, അല്ലെങ്കിൽ പിശാചെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നത് ലൂസിഫർ, അവൻ ദൈവത്തോട് ഒരു പടി കൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് സൃഷ്ടിക്കപ്പെട്ടത് ദൈവമല്ല, ഈ പാപത്തെ സൃഷ്ടിക്കുന്നത് ദൈവമല്ല. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സ്വർഗമാണെന്ന് തന്നെ പറയാം. ഈ പാപത്തിൻ്റെ ഒറിജിൻ സ്വർഗമാണെന്ന് തന്നെ പറയാം. അത് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആബ്സെൻസ്, അസാന്നിധ്യത്തിൽ നിന്നാണ് ഇത് കയറി വരുന്നത്. അത് ദൈവം കൊടുത്തിരിക്കുന്ന വില്ലിൽ നിന്നാണ് കയറി വരുന്നത്. ദൈവം ഒരിക്കലും, ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന വചനം നിങ്ങൾക്കൊരുപക്ഷെ നിർബന്ധമായി തോന്നിയേക്കാം. നിങ്ങൾക്കത് ഒരുപക്ഷെ ഞാൻ നിങ്ങളെ മതം മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങളെ മനം മാറ്റാനൊക്കെ ആണെന്ന് തോന്നിയേക്കാം. പക്ഷെ ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ അരുളി ചെയ്തു. കർത്താവ് 120 പേരുണ്ടായിരുന്നു കർത്താവിൻ്റെ കൂടെ അനുഗമിപ്പാൻ. ആദ്യം 12 പേരിൽ തുടങ്ങി, പിന്നെ യൂദാ പോയി. അത് കഴിഞ്ഞ് 120 പേരായ സമയത്ത്, യൂദാ പോണതിന് മുമ്പാണ് കേട്ടോ, 120 പേരായ സമയത്ത് കർത്താവ് കഠിന ഉപദേശം പറഞ്ഞപ്പം വിട്ടുപോയി. പിന്നെയും 12 പേരായി. 120 പേരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ സാഹചര്യങ്ങളിലെല്ലാം ഈ വാസ്തവമായി ആളുകളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് ദൈവസ്നേഹമാണ്. ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അനുഭവിച്ചു. അന്ന് ആ കാലഘട്ടങ്ങളിൽ മാത്രമല്ല ഈ ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിച്ചിരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ദൈവം വചനമാണെന്നും കർത്താവ് അരുളി ചെയ്യുന്ന പിതാവിൽ നിന്ന് ആലോചന. അപ്പം നമ്മൾ ഈ വെറുതെ ഇരിക്കുന്നാൽ പോരാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ, ഈ ബൈബിളും നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ചൊക്കെ അധികം വേറെ ഇതിലേക്ക് പോയി തിരിച്ച് ദൈവവചനത്തിലേക്ക് വരികയാണ് നമ്മൾ. അപ്പം എന്തിനാണ് ഇതെല്ലാം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
ഈ ലോകത്തിലായിരിക്കുമ്പം ദൈവവചനമുണ്ട്, നമ്മളെ സൃഷ്ടിച്ച ദൈവമുണ്ട്. ഈ ദൈവം തന്ന വചനങ്ങളുണ്ട് നമുക്ക്. ഈ വചനങ്ങൾ നമ്മൾ പരിശോധിക്കണം. നമ്മൾ വെറും നരകത്തെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഇത് ചെയ്യുന്നത്. നരകത്തെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയെ പേടിച്ചിട്ടോ അല്ല ആക്ച്വലി ഈ ദൈവത്തെ നമ്മൾ അനുഗമിക്കുന്നത്. ദൈവത്തെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ദൈവം ഫെയ്ത്ത്ഫുള്ളാണ്, ട്രസ്റ്റ് വർത്തിയാണ്, നമുക്ക് അനുഗമിപ്പാൻ യോഗ്യനാണ്, അതിന് എല്ലാം ഉള്ള ഒരാളാണ് ദൈവം. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ സത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കണം. യേശു ജഡത്തിൽ വന്നപ്പോൾ പിതാവിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്താം. നിങ്ങൾ ദൈവവചനം വായിക്കുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധയോടെ, ഇത് ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്യാനുള്ള മൈൻഡിൽ വായിക്കാതെ സ്നേഹത്തോടെ, ഇത് ദൈവം എന്നോട് ബൈബിൾ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗോഡ് സ്പീക്സ് ടു മീ നൗ, അല്ല ദൈവം എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നു എന്ന വാക്കാണ്. എക്സാക്ട്ലി അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതുപോലെയാണ് വാക്ക്. അപ്പം ഈ ദൈവത്തിന് നമ്മളോട് പ്രിയമുണ്ട്. നശിച്ചു പോകുന്ന മനുഷ്യന് വേണ്ടി, അവനെ നാശത്തിൽ നിന്ന് രക്ഷിപ്പാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വചനം മനുഷ്യന് കർത്താവ് അരുളി ചെയ്തത്. ഈ വചനം ഞാൻ നേരത്തെ ഈ വചനം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ സംസാരിച്ച വചനങ്ങളാൽ നിങ്ങൾക്ക് ശുദ്ധി വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ വചനം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വചനമാണ് നമ്മൾ ശുദ്ധീകരിക്കുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാറപ്പുറത്ത് വീണ വചനത്തെക്കുറിച്ച് ദൈവത്തിൽ പറയുന്നുണ്ട്, മുള്ളിനിടയിൽ വീണതുണ്ട്, വഴിയരികിൽ വീണതുണ്ട്, പക്ഷെ നല്ല നിലത്ത് വീണ വചനമുണ്ട്. നമ്മുടെ യൗവന കാലത്തുണ്ടല്ലോ, ഇതൊരു ബേർഡനല്ല. നിങ്ങൾ ഒന്നും തലകുത്തി ഒന്നും ചെയ്യുന്നു വേണ്ട. നിങ്ങളുണ്ടല്ലോ ഈ ഇരിക്കുന്ന ഇടത്ത് ഈ വചനം വായിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ദൈവദാസനെന്നോ അല്ലെങ്കിൽ വലിയ പാസ്റ്ററെന്നോ അല്ലെങ്കിൽ അച്ഛനെന്നോ ഒക്കെ കാണുന്ന ആളെക്കാളും വലിയ അളവിൽ ദൈവമായി നിങ്ങൾക്കൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഇത് പലപ്പോഴും മറച്ചു വച്ചിരിക്കുകയാണ്. ചിലരെ നമ്മൾ വിശുദ്ധന്മാരായും ചിലരെ ഒരു പ്രാഗൽഭ്യമില്ലാത്തവരായും കാണാൻ തക്കവണ്ണം ഇന്ന് ആത്മീയ ഗോളങ്ങൾ അങ്ങനെ ആയിപ്പോയി. ആയതുകൊണ്ട് ഇന്ന് എന്നെ നിങ്ങൾ കേൾക്കുമ്പം ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കുക, ദൈവത്തിൽ അനുസരിക്കുക, ദൈവത്തിനെ അനുഗമിക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക. അത് തുടർച്ചയായ ഒരു പ്രോസസ്സായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.